കേരളം നിലവിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത വൈദ്യുതി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കാലവർഷത്തിൽ സംസ്ഥാനത്തുണ്ടായ സമാനതകളില്ലാത്ത മഴക്കുറവും മുൻപ് നിലവിലുണ്ടായിരുന്ന ലാഭകരമായ ദീർഘകാല വൈദ്യുതി കരാറുകൾ റദ്ദാക്കപ്പെട്ടതുമാണ് KCBയെയും ഉപഭോക്താക്കളെയും ഒരേപോലെ വലയ്ക്കുന്ന ഈ ഗുരുതര പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളെന്ന് മന്ത്രി വിശദീകരിച്ചു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് സംസ്ഥാനത്തെ ഊർജ്ജ മേഖല നേരിടുന്ന ഭീമമായ വെല്ലുവിളികളെ കുറിച്ച് മന്ത്രി അക്കമിട്ട് നിരത്തിയത്. നിലവിലെ അടിയന്തര സാഹചര്യം മറികടക്കാൻ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെയും ശക്തവുമായ മഴ ലഭിക്കേണ്ടതുണ്ടെന്നും ഡാമുകളിലെ ജലനിരപ്പ് ഉയരാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും വൈകാരികമായാണ് മന്ത്രി പ്രതികരിച്ചത്. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും ദൈനംദിന ആവശ്യവും തമ്മിൽ നിലനിൽക്കുന്ന വലിയ അന്തരമാണ് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നത്. സംസ്ഥാനത്ത് നിലവിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് വെറും 1600 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ്. എന്നാൽ കേരളത്തിന്റെ യഥാർത്ഥ ശരാശരി പ്രതിദിന ആവശ്യം 4500 മുതൽ 5000 മെഗാവാട്ട് വരെയാണ്. ഉയർന്ന ഉപഭോഗമുള്ള സമയങ്ങളിൽ ഇത് ഇതിലും വർദ്ധിക്കുന്നു. ഈ ഭീമമായ കുറവ് നികത്താൻ പുറത്തുനിന്നുള്ള വൈദ്യുതിയെയാണ് സംസ്ഥാനം ഇപ്പോൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത്. മുൻപ് യൂണിറ്റിന് വെറും 4.9 പൈസ നിരക്കിൽ കേരളത്തിന് ദീർഘകാലത്തേക്ക് ലഭ്യമായിരുന്ന ചില പ്രധാന വൈദ്യുതി കരാറുകൾ റദ്ദാക്കപ്പെട്ടത് KCBക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഈ കരാറുകൾ നിലവിലുണ്ടായിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് കുറഞ്ഞ ചിലവിൽ പ്രതിസന്ധി മറികടക്കാമായിരുന്നു. ഇതിനു പുറമെ പകൽ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സൗരോർജ്ജം ഉൾപ്പെടെയുള്ള അധിക വൈദ്യുതി സംഭരിച്ചു വെക്കാനുള്ള ആധുനിക സ്റ്റോറേജ് സംവിധാനങ്ങൾ നിലവിൽ KCBയുടെ പക്കലില്ല. ഇത്തരം വലിയൊരു സ്റ്റോറേജ് ഗ്രിഡ് സംവിധാനം സംസ്ഥാനത്ത് ഒരുക്കണമെങ്കിൽ മാത്രം KCBക്ക് ഏകദേശം 850 കോടി രൂപയുടെ ഭീമമായ അധിക ചെലവ് വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർച്ച്, ഏപ്രിൽ തുടങ്ങിയ കടുത്ത വേനൽ സമയങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ഊർജ്ജ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പാ അടിസ്ഥാനത്തിൽ വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ തിരികെ നൽകേണ്ട സമയമാണ്. എന്നാൽ ഇത്തരം കരാറുകളുടെ കടുത്ത വ്യവസ്ഥകൾ കാരണം പകൽ സമയത്ത് കേരളത്തിന് വലിയ തോതിൽ വൈദ്യുതി ആവശ്യമില്ലെങ്കിൽ പോലും പകലും രാത്രിയും ഒരുമിച്ച് വൈദ്യുതി വാങ്ങാൻ KCB നിർബന്ധിതരാകുകയാണ്. പകൽ സമയത്തെ ഈ അധിക വാങ്ങൽ ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് പ്രതിദിനവും വരുത്തിവെക്കുന്നത്. നിലവിലെ ഈ അടിയന്തര സാഹചര്യം പരിഹരിക്കുന്നതിനായി അയൽ സംസ്ഥാനമായ കർണാടകയുമായി കേരളം ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കർണാടക ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും തുടർന്ന് മന്ത്രിതലത്തിലും ഇരു സംസ്ഥാനങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലും ആവശ്യമായ ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. അതേസമയം KCB ഓഫീസിലേക്ക് DYFI നടത്തുന്ന സമരങ്ങളെ മന്ത്രി ശക്തമായി വിമർശിച്ചു. DYFI യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സർക്കാരിനെതിരെ അല്ലെന്നും മറിച്ച് ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന ദീർഘകാല ഊർജ്ജ കരാറുകൾ മുൻപ് റദ്ദാക്കാൻ കാരണമായവർക്കെതിരെയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുൻ വൈദ്യുതി മന്ത്രിയായ MM മാണി, K കൃഷ്ണൻകുട്ടി എന്നിവർ ഇപ്പോഴത്തെ KCB മാനേജ്മെന്റിനെതിരെയും സർക്കാരിനെതിരെയും ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനങ്ങൾക്കും മന്ത്രി സണ്ണി ജോസഫ് കൃത്യമായി മറുപടി നൽകി. MM മാണി ആശാന്റെ ശിഷ്യനാകാൻ താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്ന് പരിഹസിച്ച മന്ത്രി അവർ മുൻപ് ഭരണത്തിലിരുന്ന കാലയളവിൽ സംസ്ഥാനത്തെ ഊർജ്ജ സുരക്ഷയ്ക്കായി എന്താണ് ചെയ്തതെന്ന് സ്വയം ചിന്തിക്കണമെന്നും ചോദിച്ചു. K കൃഷ്ണൻകുട്ടി മന്ത്രിയായിരുന്ന കാലത്തും സംസ്ഥാനത്ത് പലയിടങ്ങളിലായി വൈദ്യുതി നിയന്ത്രണങ്ങളും പവർ കട്ടുകളും ഏർപ്പെട്ടിരുന്നില്ലേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈദ്യുതി പ്രതിസന്ധിക്ക് പുറമെ ദേശീയ തലത്തിൽ വലിയ വിവാദമായി മാറിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ചും മന്ത്രി സണ്ണി ജോസഫ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവി വെച്ചാണ് കേന്ദ്ര ഏജൻസികൾ കളിക്കുന്നത്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിപണിയിൽ പരസ്യമായി വിൽക്കപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് കടുത്ത ആശങ്കയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ വീഴ്ചയ്ക്കും അഴിമതിക്കുമെതിരെ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധമുയർത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി ഡൽഹിയിലെ ലോക് ഭവന് മുന്നിൽ യുവജന വിദ്യാർത്ഥി സംഘടനകളെ അണിനിരത്തി വമ്പിച്ച പ്രതിഷേധവും ധർണയും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സമാനമായ രീതിയിലുള്ള ക്രമക്കേടുകളാണ് കേരളത്തിൽ PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ടും ഉയർന്നു വരുന്നതെന്നാണ് മന്ത്രി ആരോപിക്കുന്നത്. കേരളത്തിലെ PSC പരീക്ഷാ വിവാദങ്ങളെ കുറിച്ച് ശക്തമായ അന്വേഷണം വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണത്തോട് സഹകരിക്കാതെ തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് PSC അധികൃതർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂരിൽ കുറ്റപ്പെടുത്തി.